ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ സ്ലൊവേനിയയിലാട്ടോ ഇന്ന്. സ്ലൊവേനിയയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള പോസ്റ്റോഞ്ഞ കേവ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഗുഹ കാണാനായിട്ട് വന്നേക്കുന്നത്. കണ്ടോ, നമ്മുടെ ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടോ? ആ ഗുഹയുടെ എൻട്രൻസ് ആണത്. 1818 ലൂക്ക് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരാൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്, ഈ ഗുഹ. പിന്നീട് 1819 അത് ഗ്രൂപ്പിന് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തുറന്നു കൊടുത്തു. ലോകത്തിലെ ആദ്യത്തെ, അതായത് ഗുഹയുടെ ഉള്ളിലൂടെയുള്ള ട്രെയിൻ ഫെസിലിറ്റി ആദ്യമേ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഈ സ്ലൊവേനിയയിലെ ഗുഹയിലാണ്, 1872. അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. കണ്ടോ, കേവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു കുട്ടി ട്രെയിൻ ഉണ്ട്. നമ്മൾ ഈ ട്രെയിനിൽ കയറി ആദ്യം കുറച്ച് ദൂരം പോകും. നമ്മുടെ ആൾക്കാരെല്ലാം ട്രെയിൻ കയറാൻ പോകും കേട്ടോ. ഇങ്ങനെ ഒരു ലോങ് ട്രെയിനാണ്. ആദ്യം നമ്മൾ കുറച്ച് ദൂരം ഇതിനകത്ത് എങ്ങനെ യാത്ര ചെയ്യും. ഇതേ നമ്മുടെ ടീമിനെ കണ്ട. കണ്ട, നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. മൊത്തം നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളത്. ഒരു മെഴുക് പോലെ ഒരു പ്രത്യേക ഒരു ദ്രാവകമാണ് അത്. നാച്ചുറലായിട്ട് വർഷങ്ങളോളം ഉണ്ടായി കാണുന്നതാണ് ഈ സ്ട്രക്ചറൊക്കെ. നമ്മളങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഇനി നടക്കുവാണ്. ഇനി ഒരു 3 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ പോവാം. ഓക്കെ. ഉള്ളിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 2 കിലോമീറ്റർ നമ്മൾ ട്രെയിനിൽ വന്നു. കണ്ടോ, ഉള്ളിലെ കാഴ്ചയാണ് എൻ്റെ പൊന്നടാവേ. ഒന്ന് കാണണം. ഇത് നാച്ചുറലായിട്ട്, അതായത് ആർട്ടിഫിഷ്യലല്ല, നാച്ചുറലായിട്ട് ഉണ്ടായി വന്നതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. മെഴുക് പോലെ ഒരു ദ്രാവകം കണ്ടോ ഉരുകി വന്നത്. അതിങ്ങനെ വർഷങ്ങളോളം സമയമെടുത്താണ് അങ്ങനെ ഉണ്ടായി വരുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന അമ്പലങ്ങളും അതുപോലെയുള്ള വലിയ കൊട്ടാരങ്ങളുടെയും ആ ഒരു ഓർമ്മ ഇത് കാണുമ്പോൾ വരും മനസ്സിലേക്ക്. എന്ത് സ്ട്രക്ചർ വർക്കാന്ന് നോക്കി.
ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാണിക്കാനുണ്ട്. നടന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കാണാൻ പറ്റും. ഉണ്ടോ? നമ്മുടെ ആളുകളൊക്കെ ഇത് നടന്നു പോകുന്നുണ്ട്. നോക്കി, ഇതേപോലെയാണ് നടന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഒരു വലിയ കയറ്റം കയറിയിട്ട് പിന്നെ വലിയൊരു ഇറക്കത്തിലേക്ക് വരും. ഉണ്ടാവും ഓരോരുത്തരും ഇങ്ങനെ കയറ്റം കയറി ക്ഷീണിച്ച് ഇറങ്ങി പോകുന്ന കാണാൻ പറ്റും. തൽക്കാലം ഞാനിവിടെ വെച്ച് നിർത്തുക.